ില് ആദ്യം പ്രത്യേകിച്ച് മിമിക്രി വേദികളിലൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന സ്കിറ്റുകൾ അത്തരം തമാശകളൊക്കെ വർഷങ്ങളായിട്ട് നമ്മുടെ പ്രേക്ഷകരും അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് ചിന്തിക്കുന്നവരൊക്കെ കാണുന്നതാണ്. അപ്പോൾ അവർ കൂടുതൽ വഴങ്ങുന്നതായിരിക്കും. അവരെ ഏൽപ്പിച്ച് തന്നെ അത് സേഫ് ആണെന്ന് തോന്നിയിട്ടുള്ള ആ ഒരു ചിന്തയിൽ നിന്നാണ് അത്രയും സംഭവങ്ങൾ ഒരുപാടൊക്കെ നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. കുറേ കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള ശക്തമായ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പറ്റുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം അത് എല്ലാ കലാകാരന്മാർക്കും ഉള്ളതാണ്, നമ്മുടെ മാത്രമല്ല പറയുന്നത്. അപ്പോൾ അത് വേദിയിലൂടെ വരുന്നവരാണെങ്കിലും ഒക്കെ തമാശ നമ്മുടെ ലൈഫിൽ എപ്പോഴും നിലനിൽക്കുന്നതാണ്. പക്ഷേ കഥാപാത്രങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ ഒക്കെ വേറിട്ട സംഭവങ്ങൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. പലപ്പോഴും അത് സംഭവിക്കാറില്ല എന്നുള്ളതാണ്. പിന്നെ ഇതുപോലെയുള്ള സംവിധായകരിലെ എഴുത്തുകാരൊക്കെ അതേപോലെ ചെയ്യിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും, ഒന്ന് നോക്കാലോ എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് അതിലുള്ള അവസരങ്ങൾ കിട്ടുന്നത്. അങ്ങനെ ഇപ്പോൾ കുറച്ച് 2-3 പടങ്ങളൊക്കെ അതിന് ഭാഗ്യമുണ്ടായി. ഒന്ന് ഈ വനിത എന്നൊരു മൂവി ചെയ്തൊരു പോലീസ് സ്റ്റോറിയാണ്. അതിനകത്തൊരു നല്ല ക്യാരക്ടറാണ് മനാഫ് എന്നുള്ള ക്യാരക്ടർ, പോലീസുകാരനായിട്ട് തന്നെയാണ്. ലനയും സലീം കുമാർ ഒക്കെ അഭിനയിക്കുന്നൊരു സിനിമയാണ്. പിന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രഞ്ജിത്ത് സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആസിഫ് അലി നായകനായിട്ടുള്ള പടം, അതൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് കുഴപ്പമില്ലാത്ത കഥാപാത്രങ്ങൾ കിട്ടുന്ന ഒരു വലിയ സന്തോഷമാണ്. അത് പറയുമ്പോൾ ചേട്ടന്റെ മുഖത്തെ സന്തോഷം. അല്ല, നസീറൊക്കെ ഇത് പറഞ്ഞായിരുന്നു, ക്യാരക്ടേഴ്സ് ഇല്ലാന്നുള്ളതായിരുന്നു ഒരു സമയത്ത് ഒരു പ്രശ്നം. പക്ഷെ പിന്നീട് ഇപ്പൊ റൊഷാക്കിലൊക്കെ ആണെങ്കിലും എനിക്ക് അങ്ങനത്തെ ഒരു ത്രൂ ഔട്ട് മമ്മൂക്കയുടെ കൂടെ നല്ലൊരു ക്യാരക്ടർ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ആ ഇന്റർവ്യൂല്. അല്ല, എല്ലാവരും മാറി ചിന്തിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ. ഇപ്പോൾ നമ്മുടെ ഡയറക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ ഒന്ന് മാറ്റി ചിന്തിക്കാം, അല്ലെങ്കിൽ അയാളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് നോക്കാം എന്നുള്ളൊരു തീരുമാനം വരുന്നതാണല്ലോ നമുക്ക് കിട്ടുന്ന അവസരം. തീർച്ചയായിട്ടും. അപ്പൊ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ കിട്ടുമ്പോൾ എന്നെ കൊണ്ട് ഇത് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ചേട്ടൻ എപ്പോഴും ഉണ്ടായിരുന്നു? അല്ല, എനിക്ക് തോന്നുന്നത് ഒരു പരിധി വരെ പറ്റാത്ത സംഭവം നമ്മുടെ അടുത്ത് പറയില്ല. അവർക്കും കൂടി ഒരു കാഴ്ചപ്പാട് ഉണ്ടാവുമല്ലോ, അതനുസരിച്ചാണ്. പിന്നെ നമ്മളും കൂടി അതിന് തയ്യാറാവണം. അതെ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, സോങ് റൈറ്റ് ഒക്കെ ചെയ്യാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. പാട്ടുകളൊക്കെ എഴുതാറൊക്കെ ഉണ്ടോ ചേട്ടൻ? പാരഡി ഒക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ മുമ്പ് എഴുതിയിട്ടൊക്കെ ഉണ്ട്. അത് അന്ന് ആ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അങ്ങനെ വരുമ്പോൾ ചില സംഭവങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ഉസ്താക്കന്മാർ പലരും ഉണ്ടല്ലോ, ഇപ്പോൾ നാഷിക്കാണെങ്കിലും അവരൊക്കെ ഇങ്ങനെ കേട്ട് വന്നതിന്റെ ഒരു ഇതില്. മക്കളൊക്കെ ഇപ്പൊ ചേട്ടന്റെ ഈ ഒരു ഇതിലേക്ക് വരുന്നുണ്ടോ? മക്കള് പഠിച്ചോട്ടെ എന്നുള്ള തീരുമാനമാണ് നമ്മുടെ. പഠിക്കുക എന്നുള്ള മാത്രമല്ല, എന്തെങ്കിലും ഒരു ജോലിയൊക്കെ കിട്ടിയിട്ടെ ഇതിലേക്ക് മതി എന്നുള്ള. നമുക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇപ്പോൾ അവരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് അതിലേക്ക് മാത്രമാണ്. പിന്നെ മോള് ഇതിനകത്തൊരു അവളുടെ ഒരു പ്രായത്തിനനുസരിച്ച് ഒരു ക്യാരക്ടർ വന്നപ്പോൾ ഒരു പടം ചെയ്തിരുന്നു, കൺഫെഷൻസ് ഓഫ് കുക്കു എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫ് ബീറ്റ് മൂവിയാണത്. അത് മോളും വേറെ കുറിച്ചാണ് ലീഡിങ് ക്യാരക്ടർ. അതിനകത്ത് ഒരു നല്ല സബ്ജക്റ്റാണത്, ഒരു ഓർഫനേജ് സബ്ജക്റ്റായിരുന്നു. മോൾ അങ്ങനെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ പിള്ളേരൊക്കെ ചെറിയ സ്റ്റേജിലുള്ള, അതായത് സ്കൂളിലുള്ള പരിപാടികളൊക്കെയാണ്. എന്തൊക്കെ ടിപ്സ് മോൾക്ക് കൊടുത്തേ അഭിനയിക്കാൻ കയറിയപ്പോ? അത് ഉമ്മ എന്തൊക്കെ ടിപ്സ് കൊടുക്കും. ഉമ്മ വൈഫ് രഹന അത്യാവശ്യം കരഞ്ഞ് അഭിനയിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് സാഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ആ സിനിമയിൽ. അപ്പോൾ അതുകൊണ്ട് ആളെന്തൊക്കെ ട്രിക്കൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു, എനിക്കറിയില്ല അതിൻ്റെ കാരണം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വേണ്ടി ചെറിയൊരു മിമിക്രി എന്തെങ്കിലും ചെയ്യാൻ പറ്റും? അയ്യോ പ്ലീസ് ചേട്ടാ, അങ്ങനെ പറയരുത്. മിമിക്രി ചെയ്യാൻ സത്യം പറഞ്ഞ പേടിയാണ്. എന്തിനാ? വേറൊന്നുമില്ല, സ്റ്റേജിലൊക്കെ ചെയ്തിട്ട്. കാരണം വെച്ചാല് ഈ അതിന്റെ ആ ഒരു പേടി എന്ന് പറഞ്ഞാല് നമ്മളൊന്നിപ്പോൾ കുറച്ച് നാളായിട്ടൊന്നും അത്തരത്തിൽ ഇപ്പം ഈ അനുകരണം എന്ന് പറയുന്ന സംഭവമൊക്കെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, പ്രത്യേകിച്ച് കൊറോണ വന്നതിന് ശേഷമാണ് കേട്ടോ. കാരണം സ്റ്റേജുകളൊക്കെ പൊതുവേ കുറഞ്ഞു. പിന്നെ നമ്മളെന്തെങ്കിലുമൊക്കെ ഇൻഡിവിജ്വലായിട്ട് വലിയ ഫങ്ഷൻസ് ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു പാട്ടൊക്കെ പാടി ഇങ്ങനെ പോരുന്നുള്ള സംഭവം ആയതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ടച്ച് കുറച്ച് നന്നായിട്ട് വിട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കുറേ യങ്സ്റ്റേഴ്സിനൊക്കെ അനുകരിച്ചുകൊണ്ട് കുറേ നല്ല മിമിക്രിക്കാർ ഒക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ പിന്നെയും എന്തിനാ എന്നുള്ളൊരു. യങ്സ്റ്റേഴ്സിന് വേണ്ട, ചേട്ടൻ അറിയുന്ന നമ്മുടെ പഴയ നടന്മാരെ ഒരാളെ. ഞാൻ ഒരു പാട്ടിൻ്റെ ഒരു പരിപാടി, അത് മതി. അത് മതി. പഴയ പാട്ടുകളൊക്കെ ഇഷ്ടമല്ലേ? പിന്നെ വേറെ വെറുപ്പൊന്നുമില്ലല്ലോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. കണ്ണിൽ കത്തും
അടിപൊളി. പാട്ടുമായി മിമിക്രി ആയി. അതെ, രണ്ടുമായി. താങ്ക് യു. അടിപൊളിയായിട്ട് പാടി ചേട്ടാ. താങ്ക് യു. ഇടക്ക് പാട്ടൊക്കെ പാടാറുണ്ടോ ഇപ്പോഴും? എപ്പോഴും എപ്പോഴും ഇടയ്ക്കെന്നല്ല, എപ്പോഴും കാരണം നമുക്ക് ജീവിക്കണമെങ്കിൽ ഇടയ്ക്ക് പാട്ടൊക്കെ വേണമല്ലോ. ഈ വറ്റിത്തടിച്ച് പാടാന്ന് പറയുന്നത്. പാട്. കോവിഡിന്റെ സമയത്തൊക്കെ എന്താ ചെയ്തേ ചേട്ടൻ? കോവിഡ് സമയത്ത് ഞാൻ എന്താ ചെയ്യുന്ന ആലോചിക്കുകയായിരുന്നു. എന്ത് ചെയ്യണം എന്നുള്ള ആലോചനയിലാണ്. ഈ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതണമെന്ന് തോന്നാറുണ്ട്. പക്ഷേ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ചാനല് അല്ലെങ്കിൽ സ്റ്റേജ് അല്ലെങ്കിൽ വല്ലപ്പോഴും സിനിമ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊരു കോൺസെൻട്രേഷൻ ശരിക്ക് അതിലേക്ക് ഇരിക്കാനുള്ള പൂർണ്ണമായിട്ട് സമയം കിട്ടാറില്ല. പക്ഷെ കോവിഡ് ആ സമയത്ത് അത് സഹായിച്ചു എന്നുള്ളതാണ്. ഒരു സംഭവം നമ്മുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഏകദേശമായി അതിനുള്ള സമയം കിട്ടിയിരുന്നു. അപ്പോൾ ഒരു എഴുത്തിലായിരുന്നു. എന്താണത്, പറയാറായോ? പറയാറായിട്ടില്ല. പറയാറായിട്ടില്ല അല്ലേ? പറയാറാവുമ്പോ പറയാം. തീർച്ചയായിട്ടും.